ഡോക്ടർ പറഞ്ഞല്ലോ ഇമ്മ്യൂൺ സിസ്റ്റം ആണ് ഇതിൻ്റെ ഒരു കാതലായ ഒരു സൈഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ശരിക്കും ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഇപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എങ്ങനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യുക? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ ബോഡിയുടെ ഒരു പാർട്ടാണ്. ഇപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ ക്യാൻസർ വരാമല്ലോ. ബ്ലഡ് ക്യാൻസറും ലിംഫോമ എന്നൊക്കെ പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കുന്ന ക്യാൻസറാണ്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഏറ്റവും നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഫാസ്റ്റ് ഡിവൈഡിങ് സെൽസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ, അതായത് നമ്മുടെ ബോൺ മാരോ. ഇമ്മ്യൂൺ സിസ്റ്റം എവിടെയാണ് ഇരിക്കുന്നത്? ശരിക്കും നമ്മുടെ ബോൺ മാരോ ആണ് അതിൻ്റെ പ്രൈമറി സോഴ്സ്. പിന്നെ സെക്കൻഡറി സോഴ്സാണ് നമ്മുടെ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫ് നോഡ്സിലാണ് ഈ ആൻറ്റിബോഡീസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ലിംഫ് നോഡ്സിൽ ഉണ്ടാകുന്ന ലിംഫോസൈറ്റ്സിനെയും ലിംഫ് നോഡിലേക്ക് വരുന്ന മൈഗ്രേറ്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അതിനെയൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും ബോൺ മാരോയിലാണ്. അപ്പോൾ ഈ ബോൺ മാരോയിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനും വേണ്ട സെല്ലുകളെ കിട്ടണമെങ്കിൽ അവർക്ക് വേണ്ടത് എന്താ? ന്യൂട്രീഷനാണ്. നമുക്ക് ഓൾമോസ്റ്റ് 57 ന്യൂട്രിയൻസ്, വാട്ടറും ഓക്സിജനും ഇൻക്ലൂഡഡ് 57 ന്യൂട്രിയൻസ് ഉണ്ട്. 14 വൈറ്റമിൻസ്, 14 മിനറൽസ്, അറൗണ്ട് 20 അമിനോ ആസിഡ്സ്, 4 ഫാറ്റി ആസിഡ്സ്, ഡയറ്ററി ഫൈബർ. ഇത്രയാണ് നമ്മുടെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കറക്റ്റ് പ്രപ്പോർഷനിൽ ഉണ്ടാകണം. ഏതെങ്കിലും കൂടിയാലും ദോഷമാണ് ബോഡിക്ക്, ഏതെങ്കിലും കുറഞ്ഞാലും ദോഷമാണ്. പിന്നെ ഇത് ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ നമ്മുടെ സെല്ലിൽ എത്തണമെങ്കിൽ, അതുപോലെ നമ്മുടെ സെല്ലുലാർ വേസ്റ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ഉണ്ടാകണം. അപ്പം ഈ എക്സസൈസ് ഹൈപ്പോക്സി, അതായത് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ആ ബ്ലഡ് സർക്കുലേഷൻ ആവശ്യത്തിന് വന്നില്ലെങ്കിൽ അവിടെ ഓക്സിജനേഷൻ കുറയും. ഓക്സിജനേഷൻ കുറയുന്ന ഏത് ടിഷ്യൂലാണേലും ഓക്സിജനേഷൻ കുറയുമ്പോൾ അവിടെ ക്യാൻസർ സെല്ലിന് വളരാനുള്ള ഒരു ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് അങ്ങോട്ട് എത്തില്ല. നമ്മുടെ പട്ടാളക്കാർ, നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പം അതിലെ പട്ടാളക്കാരാണ് ശരിക്കും പറഞ്ഞാൽ WBCസും അതുപോലെ നമ്മുടെ മറ്റുള്ള തോക്കും ഇതൊക്കെ പോലെയുള്ള സാധനങ്ങളാണ് ഈ ആൻറ്റിബോഡീസ് എന്നൊക്കെ പറയുന്നത്. ഇതിനവിടെ എത്തണമെന്നുണ്ടെങ്കിൽ വേണ്ട എക്സസൈസ്. നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ സെൽസിനെ, നമ്മുടെ ബോഡി പാർട്സിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ മാത്രമേ അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ വരുള്ളൂ. അപ്പം ഒന്നവിടെ ന്യൂട്രീഷൻ എത്തണം, രണ്ടവിടെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് മാറ്റാനും പറ്റണം. ഈ രണ്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോഴാണ് അവിടെ ക്യാൻസർ സെല്ലിനാണേലും ഇൻഫെക്ഷനാണേലും എല്ലാം വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.